ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്റർ വെറും 10 മുതൽ 20 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുത്താലോ. വളരെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾ കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ ഏത് ക്വസ്റ്റിനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോക്കിയാലോ, നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് അഡീഷനും സബ്ട്രാക്ഷനും ആണ്. എന്തിന്റെ? ആൾജിബ്രിക് എക്സ്പ്രഷൻസിന്റെ. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനല്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. രണ്ടും സിമിലർ ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് പോകാം. ഒറ്റ കാര്യം സാർ ചോദിക്കുന്നുള്ളൂ, 2 ആപ്പിളും 2 ഓറഞ്ചും കൂടെ ആഡ് ചെയ്താൽ 4 ഓറഞ്ച് അല്ലെങ്കിൽ 4 ആപ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 2 ആപ്പിൾ ആൻഡ് 2 ഓറഞ്ച്, അത് രണ്ടും കൂടെ 4 ഓറഞ്ച് എന്നോ അല്ലെങ്കിൽ 4 ആപ്പിൾ എന്നോ നമുക്ക് പറയാൻ പറ്റൂല. ആ കൺസെപ്റ്റ് മനസ്സിൽ വേണം. ഓക്കെ അല്ലേ? അതെന്താ നമുക്ക് പറയാൻ പറ്റുക? 2 ആപ്പിളും 2 ഓറഞ്ചും, 2 ആപ്പിൾ പ്ലസ് 2 ഓറഞ്ച്, അങ്ങനെ തന്നെ അത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 4 ആപ്പിൾ എന്നോ അല്ലെങ്കിൽ 4 ഓറഞ്ച് എന്നോ പറയാൻ പറ്റൂല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ നോക്ക്. ഇവിടെ ഇവനെയും ആഡ് ചെയ്യണം. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ആദ്യത്തെ ആൾ എഴുതുക. ആദ്യത്തെ ആളേരാ? 7x² മൈനസ് 4x പ്ലസ് 5. എന്നിട്ട് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞത്? അതുകൊണ്ട് പ്ലസ് സൈൻ ഇടുക. ഇനി രണ്ടാമത്തെ ആൾ എഴുതുക. രണ്ടാമത്തെ ആളാരാ? 9x മൈനസ് 10. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? സിമിലർ ടേംസ് ഉണ്ടോ നോക്കുക. അതായത് ഓറഞ്ച് മാത്രം. അതായത് ഫസ്റ്റ് ടൈം എന്താ? 7x². അപ്പൊ x² വരുന്ന 7x². 7 ഓറഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ 7 ഓറഞ്ച് എന്ന് പറയുന്ന പോലെ 7x² ആണുള്ളത്. അപ്പൊ x² ഉള്ള വേറെ ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ 7x² അങ്ങനെ തന്നെ താഴോട്ടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അടുത്ത ടേം നോക്ക്. അത് -4x എക്സ് ആണ്. അപ്പൊ എക്സ് ഉള്ള വേറെ ടേം ഉണ്ടോ? യെസ്, 9x ഉണ്ട്. അപ്പൊ എന്താവും? -4x പ്ലസ് 9x ആണ്. അതെന്താ? -4x പ്ലസ് 9x. 2 ഓറഞ്ച് 2 ആപ്പിളാ. -4 ആപ്പിളും പ്ലസ് 9 ആപ്പിളും അല്ലെ? -4x പ്ലസ് 9x അത് എത്ര വരും? -4x പ്ലസ് 9x എത്ര വരും മക്കളെ? പറ. 9 തിരിച്ചു വായിച്ചാൽ മതി. 9 മൈനസ് 4 that is 5, അഥവാ പ്ലസ് 5x അല്ലെ? 9x എന്ന് -4x ആണ്. 9 ആപ്പിൾ നിന്ന് 4 ആപ്പിൾ പോയി, ബാക്കി 5 ആപ്പിൾ ഉണ്ടാവും. ബാക്കി 5 അല്ല ഉണ്ടാവുക, 5 ആപ്പിൾ അല്ലേ ഉണ്ടാവുക. 9 ആപ്പിൾ പലരും എക്സ് എഴുതാൻ വിട്ടു. 9 - 4 5 എന്ന് എഴുതി വെക്കും. അതെങ്ങനെയാ? 9 ആപ്പിൾ നിന്ന് 9 ആപ്പിൾസ് 4 ആപ്പിൾസ് പോയി കഴിഞ്ഞാൽ 5 എന്നുള്ള നമ്പർ ആണ് ഉണ്ടാവുക? അല്ല, 5 ആപ്പിൾസ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ 5x ഉണ്ടാവുക. ഓക്കെ, ഇനി ബാക്കിയുള്ള നോക്ക്. ബാക്കി എന്താ? 5 മൈനസ് 10. 5 മൈനസ് 10 -5 ആണ്. ഇതാണ് ഫൈനൽ ആൻസർ. കഴിഞ്ഞു. ഇങ്ങനെ വെച്ചോളാം. ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. x² x നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. സബ്ട്രാക്ഷന്റെ കേസ് കുറച്ച് ഡിഫറെന്റ് ആണ്. അഡീഷൻ നമുക്ക് ഒന്നും നോക്കാണ്ട് കണ്ണു പൂട്ടി ആഡ് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ സബ്ട്രാക്ഷൻ അങ്ങനെയില്ല, ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, ഏതാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇത്. എന്തിൽ നിന്നാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന്. അപ്പൊ എന്തിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അത് ആദ്യം എഴുതുക. ഫ്രം ദിസ് വൺ ആണ്. അപ്പൊ അത് ആദ്യം എഴുതുക. a² മൈനസ് 2ab പ്ലസ് b². അത് ആദ്യം എഴുതി, ഇത് ആദ്യം എഴുതി. എന്നിട്ടോ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ സബ്ട്രാക്ഷന്റെ സിമ്പിൾ എന്താ? മൈനസ്. ആ മൈനസ് ഇട്ടിട്ട് നമ്മൾ എന്താണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അത് ബ്രാക്കറ്റ് ഇടണം. ഏതാ? അത് ഇതാ, ഈ സാധനം. എന്താ അത്? a² പ്ലസ് 2ab പ്ലസ് b². a² പ്ലസ് 2ab പ്ലസ് b². ഓക്കെ അല്ലേ? ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. ബ്രാക്കറ്റ് പുറത്തുള്ള മക്കൾ അങ്ങനെ തന്നെ എഴുതിക്കോ. a² മൈനസ് 2ab പ്ലസ് b² അങ്ങനെ തന്നെ എഴുതി. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ഈ മൈനസ് ഉള്ളിലോട്ട് എടുത്താ -a². ഈ മൈനസ് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഈ മൈനസും പ്ലസും, പുറത്തുള്ള മൈനസും ഉള്ളിലെ പ്ലസും കൂടെ മൈനസ് ആയി. -2ab. ഈ മൈനസ് ഉള്ളിലോട്ട് എടുത്താൽ ഈ പ്ലസും ആയിട്ട് മൈനസ് ആയിട്ട് മാറി. b² എന്താ വരുന്നത്? -a². പിന്നെ മൈനസും ഈ പ്ലസും കൂടെ മൈനസ് ആയി, -2ab. പിന്നെ ഈ മൈനസും ഈ പ്ലസും കൂടെ മൈനസ് ആയി, b². ഓക്കെ അല്ലേ? -a² -2ab -b² എന്ന് വന്നു. ഇനി മക്കൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, a² ഇവിടെ ഉണ്ട്, -a² ഇവിടെ ഉണ്ട്. a² -a² 0 ആയിപ്പോയി. പിന്നെ മക്കൾ നോക്ക്, -2ab -2ab 0 എന്ന് പറയരുത്. -2 -2 ആണ്. -2ab -2ab that is -4ab. -4ab. പിന്നെ b² -b² 0 ആയിപ്പോയി. അപ്പൊ ഫൈനൽ ആൻസർ എന്താ? -4ab is the ഫൈനൽ ആൻസർ. -4ab ഓപ്ഷൻ ഉണ്ടോ നോക്ക്. യെസ്, -4ab ഓപ്ഷൻ ബി ആണ്. -4ab. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കുക മക്കള്.
മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്തിന്റെ? മോണോമിയൽസ് ഉണ്ട്, ബൈനോമിയൽസ് ഉണ്ട്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നോക്കുക, മൾട്ടിപ്ലൈങ് ആൻ മോണോമിയൽ ബൈ എ മോണോമിയൽ എക്സ് ഇൻറ്റു 3y. മക്കൾ ആദ്യം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ ആകെ അവിടെ 3 ഉള്ളൂ, അപ്പൊ 3 എഴുതി. ഇനിയോ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ XY ആണ്. സോ 3XY ആണ് ആൻസർ. 3XY ആണ് ആൻസർ. കഴിഞ്ഞു. നെക്സ്റ്റ് വൺ 5x ഇൻറ്റു 3y. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ. 5 ഇൻറ്റു 3 3 5 15 15. പിന്നെ എക്സും വൈയും കൂടെ ചേർന്ന XY. കഴിഞ്ഞു. നെക്സ്റ്റ് വൺ 5x ഇൻറ്റു മൈനസ് 3y. നമ്പേഴ്സ് മൾട്ടിപ്ലൈ. 5 ഇൻറ്റു മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 15. പിന്നെ എക്സ് ഇൻറ്റു വൈ XY മൈനസ് 15 XY. കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. നെക്സ്റ്റ് വൺ നോക്ക്, 5x ഇൻറ്റു 4x സ്ക്വയർ. നമ്പേഴ്സ് മൾട്ടിപ്ലൈ. 5 ഇൻറ്റു 4 4 5 20 20. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. എന്താ? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ. എക്സ് റൈസ് ടു എം പ്ലസ് എന്നാ പഠിച്ചത് അല്ലെ? അപ്പൊ എക്സ് റൈസ് ടു എന്ത് വരും? ഇവിടെ പവർ 1 ആണ്, ഇവിടെ പവർ 2 ആണ്. രണ്ടും കൂടെ കൂട്ടുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. 2 1 3 20x ക്യൂബ് അല്ലെ? നെക്സ്റ്റ് വൺ നോക്ക്, 5x ഇൻറ്റു മൈനസ് 4 XY സെറ്റ്. നമ്പർ മൾട്ടിപ്ലൈ. 5 ഇൻറ്റു മൈനസ് 4 ദാറ്റ് ഈസ് മൈനസ് 20. പിന്നെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സ് എന്താ? എക്സ് സ്ക്വയർ ആയി. പിന്നെ ഒരു വൈയും സെറ്റും കൂടെ ഉണ്ട്, സോ വൈ സെറ്റ് മൈനസ് 20 എക്സ് സ്ക്വയർ വൈ സെറ്റ്. കഴിഞ്ഞു. നെക്സ്റ്റ് നോക്ക്, മൾട്ടിപ്ലൈങ് 3 or more മോണോമിയൽസ്. 3 or more മോണോമിയൽസ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയ്യുക. നമ്പർ മൾട്ടിപ്ലൈ. 2 ഇൻറ്റു 5 10 10 ഇൻറ്റു 7 70 അല്ലെ? 2 10 70 ഓക്കെ. പിന്നെ എക്സും ഉണ്ട് വൈയും ഉണ്ട് സെറ്റും ഉണ്ട്, സോ എക്സ് വൈ സെറ്റ്. കഴിഞ്ഞു. സെറ്റ് ആണ് അത് 2 അല്ലേ? സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ 4xy ഇൻറ്റു 5x സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു 6x ക്യൂബ് വൈ ക്യൂബ്. നമ്പർ മൾട്ടിപ്ലൈ. 4 5 20 20 ഇൻറ്റു 6 20 ഇൻറ്റു 6 2 12 120 അല്ലെ? 120. ഓക്കെ. ഇനി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആയി. എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് എക്സ് റേസ് ടു 6 ആയി. സംഭവമൊന്നുമില്ല, ഫുൾ എക്സ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ്. നോക്ക്, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ്. അപ്പൊ എന്താ വരിക? എക്സിന്റെ ഇവിടുത്തെ പവർ 1 ആണ്, ഇവിടെ 2 ആണ്. 2 1 3 3 3 6 എക്സ് റേസ് ടു 6 വരും. അഡീഷൻ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. ഇവിടെ അപ്പം എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ആണ്. നമ്മൾ ഒരിക്കലും എക്സ് റേസ് ടു 6 എഴുതരുത്. മൾട്ടിപ്ലിക്കേഷൻ കേസിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ എഴുതുള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ എക്സ് എഴുതി. പിന്നെ വൈ നോക്ക്, ഇവിടെ വൈ 1 ഉണ്ട്, വൈ റേസ് ടു 1. ഇവിടെയോ വൈ സ്ക്വയർ 2. ഇവിടെയോ വൈ ക്യൂബ്. അപ്പോൾ 3 2 5 1 6 വൈ റേസ് ടു 6 3 2 5 1 6. യെസ്, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ നോക്കുക, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് a സ്ക്വയർ ഇൻറ്റു 2a റേസ് ടു 22 ഇൻറ്റു 4a റേസ് ടു 26. സിമ്പിൾ ആണ്. നമ്പർ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 ഉണ്ട് 4 ഉണ്ട് 2 4 8. പവറിലുള്ള നമ്പർ കയറി മൾട്ടിപ്ലൈ ചെയ്യാതെ, പവറിലുള്ള മൾട്ടിപ്ലൈ ചെയ്യാനല്ല. സോ 2 ഇൻറ്റു 4 8 ആണ്. പിന്നെ a റേസ് ടു എത്ര വരും? a റേസ് ടു ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 22 ആണ്, ഇവിടെ 26 ആണ്. സോ 2 പ്ലസ് 22 പ്ലസ് 26 എത്രയായി? 2 4 6 10 20 30 30 20 50 അല്ലേ? 50 അല്ലേ വരിക? 50 അല്ലേ? 20 20 40 46 2 48 2 50. യെസ്, 8 റൈസ് ടു 50. നെക്സ്റ്റ് വൺ നോക്ക്. നെക്സ്റ്റ് വൺ ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 10/3 ഇൻറ്റു 6/5. അത് വേണേ സൈഡ് ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്ത് കാണിച്ചുതരാം. മൈനസ് 10/3 ഇൻറ്റു 6/5 6/5 അല്ലേ? മൈനസ് 10/3 ഇൻറ്റു 6/5. ഓക്കെ, നോക്കിക്കോ. 10ഉം അടിയിലത്തെ 5ഉം കട്ടായി. 10/5 എത്ര വന്നു? 10/5 2 അല്ലേ? 2 5 10. ഓക്കെ, 10/5 2 ആണ്. ഇനി 6ഉം 3ഉം കട്ടായി. 6/3 2 ആണ്. അപ്പൊ മൈനസ് ഉണ്ട്, 2ഉം 2 ഉണ്ട് മേല, അഥവാ മൈനസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് മൈനസ് 4. അപ്പൊ എന്ത് വന്നു? മൈനസ് 4. പിന്നെ ഇവിടെ ഒരു പി റേസ് ടു 1 ആണ്, ഇവിടെ പി ക്യൂബ് ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? പി റേസ് ടു 4 ആയി. പിന്നെ ക്യൂ റേസ് ടു ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ 3 ആഡ് ചെയ്താൽ 4 ആയി. മൈനസ് 4 പി റേസ് ടു 4 ക്യൂ റേസ് ടു 4 എന്ന് വന്നു. 60/15 മൈനസ് 4 പി റേസ് ടു 4 ക്യൂ റേസ് ടു 4. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കുക, മൾട്ടിപ്ലൈ ദ ബൈനോമിയൽസ്. ആൻസർ ഓൾറെഡി ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നോക്കാം. 2x പ്ലസ് 5 ഇൻറ്റു 4x മൈനസ് 3. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നോക്കിക്കോ. 2x പ്ലസ് 5 ഇൻറ്റു 4x മൈനസ് 3. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യത്തെ ബ്രാക്കറ്റിലെ ഫസ്റ്റ് വണ്ണിനെ കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ ബ്രാക്കറ്റിലെ 2x എടുക്കുക, അതിനെ കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ 4x മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കിട്ടി? 2x ഇൻറ്റു 4x എത്രയാ? പറ. 2x ഇൻറ്റു 4x എത്രയാ? 2 4 8. 2 ഇൻറ്റു 4 8. പിന്നെ x ഇൻറ്റു x എക്സ് സ്ക്വയർ. പിന്നെ അവനെ കൊണ്ട് തന്നെ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ആളെ മൾട്ടിപ്ലൈ. ആരാ? 2x കൊണ്ട് തന്നെ മൈനസ് 3നെ മൾട്ടിപ്ലൈ. അപ്പൊ എത്ര വരും? 2x ഇൻറ്റു മൈനസ് 3. അപ്പൊ മൈനസ് എത്ര വരും? നമ്പർ മൾട്ടിപ്ലൈ. മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 6. മൈനസ് 6 ആയി. പിന്നെ എക്സ് മൈനസ് 3 ഇൻറ്റു 2x മൈനസ് 6x ആണ്. മൈനസ് 2 3 6 മൈനസ് 6x. ഓക്കെ. ഇനി അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിലെ ഫസ്റ്റ് വണ്ണിനെ കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സെക്കൻഡ് വൺ എടുക്ക്.
ആദ്യത്തെ ബ്രാക്കറ്റിലെ. എന്നിട്ട് അവനെ കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ ആളെ മൾട്ടിപ്ലൈ എന്താ 5 × 4x പ്ലസ് 5 × പ്ലസ് 4x ആണ്. ദാറ്റ് ഈസ് പ്ലസ് 4 5 20 20x ആണ്. പിന്നെ അതേ സാധനം കൊണ്ട് രണ്ടാമത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 5 × -3 ദാറ്റ് ഈസ് -15. ഇനി സിമിലർ ടേംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യേണ്ടത് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ നോക്ക് 8x². x² വരുന്ന ടേം വേറല്ല. സോ 8x² അങ്ങനെ തന്നെ താഴോട്ടേക്ക് എഴുതി. ഇനി മക്കൾ നോക്ക് -6x + 20x സിമിലർ ടേംസ് ആണ്, എക്സ് വരുന്ന ടേംസ് ആണ്. അപ്പൊ -6x + 20x നമുക്ക് എങ്ങനെ വായിക്കാം? അവിടുന്ന് തിരിച്ചു വായിക്കി പ്ലസ് 20x - 6x 20x - 6x 20 ആപ്പിൾ -6 ആപ്പിൾ അല്ലെ. അപ്പൊ 20 6 പോയി എത്രയാ? +14 ആപ്പിൾ അഥവാ +14x അല്ലെ. 20 - 6 14 ആണ്, 14x. പിന്നെയോ ലാസ്റ്റ് ഒരു -15 ഉണ്ട്. വെറും 15 അല്ല, -15 ആണ്. -15 എഴുതാ, കഴിഞ്ഞു, ആൻസർ ആയി. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ മക്കൾ കമന്റ് ചെയ്യണം. ഈ ക്വസ്റ്റിന്റെ ആൻസർ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ മക്കൾ ആൻസർ കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ ഞാൻ ഹോംവർക്ക് മാർക്ക് ചെയ്തിടാം. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആൻസർ ഉണ്ടായിരുന്നു, അതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. ഒറ്റയ്ക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ മക്കൾ കമന്റ് ബോക്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. എങ്ങനെ ചെയ്യണമെന്ന് സാറ് പറഞ്ഞുതരാം. ആദ്യം മക്കൾ ഈ 2 ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. സാർ ഇവിടെ ചെയ്ത പോലെ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 3 ടേംസ് ഉണ്ടാവും. അപ്പൊ എന്താ, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ടേമിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതേ ഫസ്റ്റ് ടേമിനെ കൊണ്ട് രണ്ടാമത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ സെക്കൻഡ് ടേമിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ സെക്കൻഡ് ടേമിനെ കൊണ്ട് രണ്ടാമത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ തേർഡ് ടേമിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ തേർഡ് ടേമിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ കറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ കറക്റ്റ് ആൻസർ കിട്ടും. നേരത്തെ സ്ക്രീനിൽ കണ്ട അതേ ആൻസർ കിട്ടും. കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്യണേ. സോ ദാറ്റ്സ് ഓൾ. ബൈ.